കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്യുക. അപ്പം അങ്ങനെ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. ഗണേശനെ കണ്ട് തൊഴാം. 4 ഭാഗത്തൊന്നും കൂടി തൊഴാം സുഖമായിട്ടാണ്. മേൽക്കൂരയൊന്നും ഇല്ലാത്ത ആ അത്തിമര ഗണപതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വന്ന് സർവം ക്ഷമിക്കാനൊക്കെ പറഞ്ഞ് വിഘ്നങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ടു തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. ആ കിടാവിളക്ക് ഇങ്ങനെ ആ ചില്ലിൻ്റെ കൂട്ടിലിരുന്ന് ഇങ്ങനെ കത്തുന്ന കാണാം. അത് കഴിഞ്ഞ് വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി നരസിംഹമൂർത്തിയെ ഒന്ന് സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ചതുർബാഹുവായ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയൊരുണ്ണിയാണ്. ചെറിയൊരുണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ ഉണ്ണി. അങ്ങനെ നോക്കുമ്പോൾ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കയറും കാണാണ്ട്. അരയിൽ കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ അപ്പുറത്ത് ഉരലും ഉണ്ട്. ഉരലിൽ കെട്ടിയ ബാലനാണ് കേട്ടോ, ദാമോദരനായിട്ടാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുല്ലമൊട്ട് മാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ആഭരണങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കൈവളകൾ കാണാനുണ്ട്. തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ വലതേ കയ്യിൽ വലിയൊരു ഉരുള കൊടുത്തിട്ടുണ്ട്, വെണ്ണ ഉരുള. ഇപ്പോൾ കൈ നിറയെ വെണ്ണ തരാമെന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇനി പുണ്ണി കരയൊന്നും വേണ്ട, തൽക്കാലം ഇവിടുന്ന് എവിടേക്കും പോകരുത് വെച്ചാൽ ഞാൻ നിന്നെ ഉരുളിൻ്റെ മുകളിൽ കെട്ടിയിടുകയാണ് എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ പോയി. അപ്പോൾ കരയാതിരിക്കാൻ കുറച്ച് നേരത്തിന് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന സമയം വരെ ഇത് കഴിച്ച് നിൽക്കൂട്ടോ എന്ന് പറഞ്ഞിട്ടേ. അതാണ് ഇപ്പോൾ ആ വലിയ ഉരുള. അത്രയും നല്ല വലിപ്പമുണ്ട്. കുഞ്ഞ് കയ്യാണ്, പക്ഷേ വലിയ ഉരുളങ്ങനെ പിടിച്ചിരിക്കുക. ഇടതേ കൈയാണെങ്കിലും അരയിൽ കുത്തിയിട്ടുണ്ട്. ആ അരയിലൊരു ഓടക്കോഴ ഇങ്ങനെ തിരികെ വെച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്നെയാണെങ്കിൽ അമ്മ അവിടെ കെട്ടിടും ചെയ്തല്ലോ. ആദ്യം ഇപ്പോൾ വെണ്ണ ഉരുള കഴിക്കുക വേണ്ടത്, എന്താ വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നിൽപ്പിലാണ്. അങ്ങനെ മുഖത്തെപ്പോഴും നല്ല പുഞ്ചിരിയാണ്. ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളെ മനുഷ്യന്മാരെയൊക്കെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. എനിക്കിതൊന്നും അമ്മ എന്നെ കെട്ടിയതൊന്നും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ചിരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഖത്ത് ആ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടമൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്തായാലും സുന്ദരനായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ ആ കിരീടമൊക്കെ ചാർത്തി ഒരു തിരുമുടിമാല, വെളുത്ത നമ്പ്യാർ വട്ടത്തിൻ്റെ ഒരു ഒറ്റ തിരുമുടിമാല. അതേപോലെ തന്നെ ഒറ്റ ഉണ്ടമാലയേ ഉള്ളൂ. അത് വനമാല പോലെ, കൂടുതൽ തെച്ചിയുണ്ട്, കുറച്ച് തുളസി, അങ്ങനെ അത് രണ്ടും ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ചെറിയ ആളുമാണ്. എന്തായാലും ആളുടെ കയ്യിൽ വലിയ വെണ്ണ ഉരുളയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ വന്ന് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ മനസ്സുകൊണ്ട് എല്ലാവരും വിചാരിച്ചോളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് തൊഴുതിറങ്ങിയ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ ആ തിടപ്പള്ളിയും ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദത്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ വന്ന് നമ്മൾ നേരെ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് നേരെ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വീണ്ടും നമ്മൾ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്ന് തൊഴാം.
അതിനുശേഷം നമ്മൾ നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമീനെ കാണാം. അത് കണ്ട് തൊഴുത് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത. അങ്ങനെ ഇന്നലെ ഇപ്പോൾ ബലരാമനായിരുന്നു, ഇന്നിപ്പോൾ ദാമോദരനാണ്. അങ്ങനെ ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തെത്തുക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെയും കണ്ട് തൊഴുത് മുകളിലേക്ക് നോക്കിയാൽ കിഴക്കേ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊടിമരം ഇങ്ങനെ തിളങ്ങണ കാണാം. ഇപ്പോൾ രാവിലെ കുറച്ച് മഴ ഉണ്ടായിച്ചാലും ഇപ്പോഴൊക്കെ നല്ല വെയിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും നാരദരെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിന് അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. പിന്നീട് അങ്ങനെ ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അതിനുശേഷം നേരെ അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ദാമോദരസ്വാമിയെ കണ്ട് തൊഴാം. അങ്ങനെ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നേരെ നോക്കിയാൽ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് പിന്നെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അത് കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും നേരെ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വരുന്നു. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.